ഈ സീബ്രായും മാനൊക്കെ ചാകാറായി കിടക്കുമ്പോഴത്തേക്കുവേ കഴുകന്മാർ വട്ടമിട്ട് പറക്കും. എന്നിട്ട് ഇത് ചത്തു കഴിയുമ്പോഴത്തേക്കും അതിനെ ശവത്തെ തിന്നും. അപ്പോൾ അങ്ങനെ മമ്മുവിൻ്റെ കേസിനെ വൈറലാകാൻ വേണ്ടി മാത്രമുള്ള ടൂളായിട്ട് ഞാൻ കാണുന്നില്ല. അവൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് നിരക്കാത്ത മോശമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ റിയാക്ട് ചെയ്യുന്നു, അത്രമാത്രം. അപ്പോൾ മമ്മുവിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊപ്പി എന്ന് പറയുന്ന ഗെയിമിംഗ് സ്ട്രീമർ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് സ്ട്രീമറിൻ്റെ ഈ വീഡിയോസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് MRC മമ്മു എന്ന് പറയുന്നത്. പണ്ട് അച്ചായനായിരുന്നു, പിന്നീട് കുറേ പേരെ ആഡ് ചെയ്തു. അതിലൊരാളാണ് റാംബോയും മമ്മു ഒക്കെ. ഓക്കെ, സോ ഈ മമ്മു എന്ന് പറയുന്ന ചെറുക്കൻ, അവൻ ചെക്കനാണ്, വലിയ അഡൾട്ടൊന്നുമല്ല, ചെക്കനാണ്. സോ അവൻ്റെ ക്യാരക്ടറിന് മെച്യൂരിറ്റി ഇല്ല, അവനെന്ന് പറയുന്ന വ്യക്തിക്ക് മെച്യൂരിറ്റി ഇല്ല. ഒരു കോമഡി പീസാണ്. കോമഡി പീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളിയാക്കി പറഞ്ഞതല്ല, അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്, ആ സ്ട്രീമിന് വേണ്ടി ചെയ്തേക്കുന്നതാണ് അങ്ങനെ അവൻ. സോ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് മമ്മു എന്ന് പറയുന്നത്. സോ ഇതിൽ തൊപ്പീനെ ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം തൊപ്പി ഇതിൽ പാട്ടൊന്നുമല്ലല്ലോ. സോ നമുക്ക് മമ്മുവിൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാം. അപ്പം മമ്മുവിന് പിഴച്ചെവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് ചെക്കൻ പറഞ്ഞു ഞാൻ കുളിസിയും കാണാറുണ്ടെന്ന്. ഓക്കെ, കുളിസിയും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ വലിയ അവാർഡ് കൊടുക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല കുളിസിയും കാണുക എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവർ രണ്ടു കാലം നടക്കുകയില്ല. ഓക്കെ, അതായത് വലിയ അവാർഡ് കൊടുക്കാൻ പറ്റിയ കാര്യമൊന്നുമല്ല, തന്തയില്ലായ്മയാണത്. കാരണം ഒരാളുടെ പ്രൈവസിയിൽ ഒളിഞ്ഞു നോക്കുകയും അവരറിയാതെ അവരുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് ശുദ്ധ തന്തയില്ലായ്മയാണ്, ക്രൈമാണ്, അകത്തുടക്കുള്ള വകുപ്പുണ്ട്. ഒരാൾ വീട്ടിൽ ഇരുന്ന് പോൺ കാണുന്നവരല്ല ഒളിഞ്ഞു നോക്കാനും കുളിസിയും കാണാനും പോകുന്നത്. പോൺ കാണുക എന്ന് പറഞ്ഞാൽ സ്വന്തം പൈസയ്ക്ക് റീചാർജ് ചെയ്ത് സ്വന്തം ഫോണിൽ സ്വന്തം സ്വകാര്യത ഇരുന്ന് കാണുന്നതാണ് പോൺ കാണുന്നതെന്ന് പറയുന്നത്. ഓക്കെ, അത് വേറൊരു കേസാണ്. ഇതങ്ങനെയല്ല, ഇത് വേറൊരാളുടെ വീട്ടിലും മറ്റു സ്ഥലങ്ങളിലും പോയിട്ട് അവരറിയാതെ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ഒളിഞ്ഞു നോക്കുകയും അവരുടെ നഗ്നത കാണുകയും ചെയ്യുന്നത് തന്തയില്ലായ്മയായിട്ടുള്ള കാര്യമാണ്. അതിന് വേറൊരു ആൻസർ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം അവൻ ചെയ്തു, അവൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തെന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞു. അത് അവൻ്റെ പാർട്ട്. സെക്കൻഡ് പാർട്ടെന്ന് പറയുന്നത് ഏറ്റുപിടിക്കാൻ വേണ്ടി ഒരു പെങ്കൊച്ചു. അതിനെ പെങ്കൊച്ചെന്നൊന്നും വിളിക്കാൻ പാടില്ല, വേറെ പലതും വിളിക്കണം. പക്ഷെ നമ്മളങ്ങനെ വിളിക്കരുതല്ലോ. പബ്ലിക് മീഡിയ വന്നിട്ട് ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, കാരണം എനിക്ക് ഇച്ചിരി ബോധവും വിവരമൊക്കെ എടുത്തിനാണ്. സോ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, പക്ഷേ ഈ പെണ്ണും പിള്ള, ഓക്കെ, ഇവള് വന്നിട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് ഈ കൊച്ചിറക്കം ഫ്രണ്ട് ഇരുന്ന് കുറേ എന്തൊക്കെയാണ് അപരാധം പറയുന്നത്. അത് ഏറ്റുപിടിക്കാൻ വേണ്ടിയാണ്. വ്യൂവേഴ്സ് കൂട്ടണ്ടേ. ഇൻ്റർവ്യൂ മീഡിയകൾക്ക് പ്രത്യേകിച്ച് വലിയ കഴിവൊന്നുമില്ലല്ലോ. ഏതെങ്കിലും വഴിയെ പോകുന്നവന്മാരെ പിടിക്കും, ഇൻ്റർവ്യൂ അടിക്കും, അത് കയറ്റി വിടും. അതിൽ കുറേ മസാല കയറ്റി വിട്ടാൽ പിന്നെ ഞരമ്പന്മാർക്ക് സുഖമായി. ഈ കേരളക്കരയിൽ കേരള സോഷ്യൽ മീഡിയ വേൾഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കാലത്ത് വളരെ പീസ്ഫുള്ളായിരുന്നു. ഇതിലേക്ക് കോൺട്രവേഴ്സി വേഷം കുത്തി ഇറക്കിയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഇൻ്റർവ്യൂ മാധ്യമങ്ങളെന്ന് പറയുന്നത്. പണ്ടൊക്കെ ഇൻ്റർവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്തെങ്കിലും മഹത്വമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, എങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ. ഇന്നൊന്നും വേണ്ട. ഇന്ന് എന്തെങ്കിലും അപരാധം വിളിച്ച് പറയുക, നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ആൾക്കാർ വരും, നിങ്ങൾ ഫേമസ് ആയി. അതും ഇൻ്റർവ്യൂ ചെയ്യുന്ന മിക്ക മീഡിയകളുടെയും ട്രിക്കാണ് ആങ്കറായിട്ടൊരു പെണ്ണിനെ പിടിച്ച് നിർത്തും. അതുങ്ങൾക്ക് വിദ്യാഭ്യാസവും കാണത്തില്ല, ബോധവും കാണത്തില്ല, തന്തയും കാണത്തില്ല. മജോറിറ്റി ആണോ അങ്ങനെ, എല്ലാത്തിനും പറയുമെന്ന് കരുതണ്ട. മജോറിറ്റി അങ്ങനെ തന്തയില്ലാത്തവങ്ങളൊക്കെ തന്നെയാണ്. കാരണം ഇതുപോലെ ഒരു കൊച്ചിയർക്കം ഫ്രണ്ടിൽ വന്നിരിക്കുമ്പോഴത്തേക്കും അവനെന്തോ അപരാധം വിളിച്ച് പറഞ്ഞു, തെറ്റാവും പറഞ്ഞേക്കുന്നത്. അതിനെ ഏറ്റുപിടിക്കാനും മാത്രമടാ. അവൾക്കൊന്നും അമ്മയും പെങ്ങന്മാരും തന്തയൊന്നുമില്ലേ? ഒരുത്തം വന്ന് അപരാധം പറഞ്ഞു, അവൻ തെറ്റ് ചെയ്തു, അവനെ ന്യായീകരിക്കാൻ പറഞ്ഞതല്ല. അപ്പോൾ ഫ്രണ്ടിൽ ഇരുന്ന് ഒരുത്തി, അവനേക്കാളും പ്രായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവളിരുന്ന് അങ്ങോട്ട് കുണുങ്ങും അങ്ങോട്ട് ബാക്കി വരടാ കൂട്ടാ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരുത്തി. അപ്പോൾ ഇതുപോലെ കുറേ തന്തയില്ലാത്ത കുറേ ഇൻ്റർവ്യൂ മീഡിയാസും കുറേ ആങ്കർമാരും കൂടിയിട്ടാണ് കേരള യൂട്യൂബ് അല്ലെങ്കിൽ കേരള സോഷ്യൽ മീഡിയ വേൾഡിൽ കോൺട്രവേഴ്സി കുത്തി കയറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻ്റർവ്യൂ മീഡിയാസിലെ പലതിൻ്റെയും ആങ്കർമാരും ലേഡീസാണ്. കാരണം ഞരമ്പന്മാരെ പിടിക്കാനേ, ഞരമ്പന്മാരെ വെച്ച് പിന്നെ വ്യൂസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഡർട്ടി ചീപ്പ് ട്രിക്കും അതിനകത്തുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഇവർക്ക് ഭയങ്കര ഫാൻസാണ്. നമ്മൾ ഇവരെ വല്ല പറഞ്ഞാൽ ഒരു ഞരമ്പന്മാർ നമ്മുടെ കമൻറ്റിലേക്ക് ഓടി വരും നമ്മളെ തെറി പറയാൻ വേണ്ടി. അപ്പോൾ മമ്മു എന്ന് പറയുന്ന ചെക്കൻ കാണിച്ചേക്കുന്ന അപരാധത്തിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആങ്കർ പെണ്ണുമ്പിള്ളയോട് കൂടിയിട്ട് അതിനെ അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്തെടുത്തു. ഓക്കെ, സോ അതാണ് എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിൽ തൊപ്പി ഇൻവോൾവ് അല്ല, കാരണം തൊപ്പി നമ്മൾ ഇൻവോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ മമ്മു കാണിച്ചേക്കുന്ന കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ MRC സ്ക്വാഡിൽ നിന്ന് മമ്മുവിനെ കിക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അവൻ ഡാമേജ് മാക്സിമം വരുത്തി വെച്ച് കഴിഞ്ഞു. കോൺട്രവേഴ്ഷ്യലാണ്, തന്തയില്ലായ്മയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇനി അതിനകത്തിന് വേറൊന്നും ചെയ്യാനായിട്ടില്ല. ഓക്കെ, അവിടെ കൊണ്ട് അത് തീർന്നു. അവനെ കിക്ക് ചെയ്യുക, ദർസ് നോ സെക്കൻഡ് ചാൻസ് മാൻ. പക്ഷേ അങ്ങനെ പറയുമ്പോഴത്തേക്കും വേറൊരു കാര്യം ഞാൻ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. കഞ്ചാവ് അടിച്ച്
വേറെ പല കേസുമുള്ള ഒരാളിവിടെ ഫേമസ് ആയിട്ട് ഇവിടെ വന്നായിരുന്നു, കേസൊക്കെ എടുത്തു. പക്ഷേ അത്രയും വലിയ കേസ് വന്നപ്പോഴാണ് അവന് ഫെയിം കൂടിയതും ആൾക്കാർ ന്യായീകരിക്കാൻ തുടങ്ങിയതും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മമ്മൂനെ വേണമെങ്കിൽ ന്യായീകരിച്ചെടുക്കാം, വെളുപ്പിക്കാം. പക്ഷേ അവിടെ കാണിച്ച മണ്ടത്തിൽ ഇവിടെ കാണിക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഒരാളെങ്കിൽ ഒരാൾ ചെയ്ത് തെറ്റാന്ന് മനസ്സിലാക്കട്ടെ. മറ്റവനാണെന്നുണ്ടെങ്കിൽ തെറ്റ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടും അവന് ദൈവത്തെ പോലെ ആൾക്കാർ കാണുമ്പോഴത്തേക്കും അവൻ്റെ തെറ്റൊക്കെ മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇവനെങ്കിലും ചെയ്ത് തെറ്റ് മനസ്സിലാക്കട്ടെ, തെറ്റായി പോയെന്ന്. അവനെ MRC കിക്ക് ചെയ്യണം. കാരണം അവൻ ചെയ്തേക്കും തെറ്റ് മോശമായിട്ടുള്ള കാര്യമാണ്. കുളിസിയും കാണുക എന്ന് പറയുന്നത് മഹത്വമായിട്ടുള്ള കാര്യമല്ല. ഈ ന്യായീകരിക്കാൻ വരുന്ന MRC ഫാൻസിൻ്റെ വീട്ടിലുള്ള അമ്മയുടെ അമ്മയുടെയൊക്കെയാണ് കണ്ടിരുന്നെങ്കിലോ ന്യായീകരിക്കുമായിരുന്നോ? ഇല്ലല്ലോ. സോ അങ്ങനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. അതൊരു സെനാറിയോ. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആങ്കറിനെ ഇനിയിപ്പോൾ വിളിക്കാതിരിക്കുക. അങ്ങനത്തെ ആങ്കറിനെ ആ മീഡിയ റിമൂവ് ആക്കുക, അല്ലെങ്കിൽ ആ മീഡിയ തന്നെ പൂട്ടിക്കുക. ആങ്കർമാർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കുന്നത് ഈ പറഞ്ഞ മീഡിയ ആണല്ലോ. സോ മീഡിയ തന്നെ അങ്ങ് പൂട്ടിയേക്കുക. സത്യം പറഞ്ഞാൽ കേരളത്തിൽ ഇനി ഇൻ്റർവ്യൂ വളച്ചു വിടണം. നിങ്ങൾ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ മാക്സിമം ഡിസ്ലൈക്കൊക്കെ അടിച്ച് റിപ്പോർട്ട് അടിച്ചു വിടുക ഇൻ്റർവ്യൂ ചാനൽസ് മൊത്തം. അതിൻ്റെ ആവശ്യം നമുക്ക് കേരളത്തിൽ ഇല്ല. കാരണം ഇതുപോലെ അവരാതെ വരുന്നത്. സോ വി ഡോണ്ട് നീഡ് ദാറ്റ്. അതവിടെ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെക്കൻ്റെ ബാക്ക് സ്റ്റോറിക്കകത്ത് പറയുന്നുണ്ട് ഫാദറിൻ്റെ പ്രസൻസ് ഇല്ലായിരുന്നെന്നൊക്കെ. ശരിയായിരിക്കാം, ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും ഫാമിലിയുടെ ഡെപ്തൊക്കെ ഒരു ഘടകമാണ്. പക്ഷെ ചെയ്തു പോയ കൊള്ളരുതായ്മയെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ അവൻ്റെ തെറ്റവൻ മനസ്സിലാക്കി അവൻ അതിനുള്ള പ്രായച്ചിത്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ അതിൻ്റെ ഫലമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഒരു പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവന് സെക്കൻഡ് ചാൻസ് കൊടുക്കുക. നമുക്കവനെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ പറ്റത്തില്ല, അവന് സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ മമ്മൂന് നന്നായിട്ട് സമൂഹത്തിന് മുന്നിൽ സമൂഹത്തിന് ഗുണമുള്ളൊരു പുരുഷനായിട്ട് മാറാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് പോസിബിൾ. നമുക്ക് ന്യായീകരിക്കാനും വെളുപ്പിക്കാനും പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത്. വേറൊരു ടീമിനെ ന്യായീകരിച്ചെടുത്തു കുറേ പേര് കൂടി. പക്ഷേ ആ ന്യായീകരിച്ചപ്പോഴത്തേക്കും അവൻ ചെയ്ത തെറ്റുകൾ സമൂഹം മറന്നു. അത് വീണ്ടും ആൾക്കാർക്ക് ഒരു പ്രചോദനം കൊടുത്തു. പക്ഷെ ഇവിടെ നമുക്കത് വേണ്ട. ഇവിടെ നമുക്ക് ഇവനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുകയല്ല. അവൻ ചെയ്ത തെറ്റ് അവൻ സമ്മതിച്ച സ്ഥിതിക്ക്, പബ്ലിക്കായിട്ട് സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് പറയാം ഇവൻ ചെയ്തേക്കുന്ന തെറ്റ് അതിനുള്ള പ്രായച്ചിത്തം പണ്ടതിലും കിട്ടണം അവൻ. അത് സമൂഹത്തിലൊരു പാഠമാകട്ടെ. ഓക്കെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവൻ സെക്കൻഡ് ചാൻസ് ഡിസർവ് ചെയ്യുന്നുണ്ട്. കാരണം അവൻ ചെയ്ത തെറ്റ് ആരെയും കൊന്നിട്ടൊന്നുമില്ല. അവൻ ചെയ്തേക്ക് തന്തയില്ലായ്മയാണെങ്കിലും ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവൻ ജയിലിൽ കിടന്ന് കുഴുക്കാനൊന്നും പോകണില്ല. സോ അവനൊരു സെക്കൻഡ് ചാൻസ് അർഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ള പ്രായച്ചിത്തം ഒരു പണിഷ്മെൻറ്റ് കിട്ടിയ ശേഷം സെക്കൻഡ് ചാൻസ് കൊടുക്കാം. ഓക്കെ.